നല്ലവരായ മുഴുവൻ നാട്ടുകാരെയും കുടുംബസമേതം സ്വാഗതം ക്ഷണിക്കുകയാണ്. നാളെ മുതൽ 31-ാം തീയതി ശനിയാഴ്ച വരെ ഫാം ഫെസ്റ്റ് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടത്തപ്പെടുമ്പോൾ ചടങ്ങിൽ ശ്രീ MP മുഖ്യ ഒക്കൽ ഫാം ഫെസ്റ്റ് 35 ഏക്കറോളം വരുന്ന ഒക്കൽ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ വെച്ച് നാളെ മുതൽ 31-ാം തീയതി ശനിയാഴ്ച വരെ നടത്തപ്പെടുകയാണ്. 30-അധികം സ്റ്റാളുകളും വിവിധ സെമിനാറുകളും എല്ലാം രാവിലെ 9 മണി മുതൽ വിവിധ സമയങ്ങളിലായി പ്രദർശനമേളകൾ രാവിലെ 9 മണി. നമ്മുടെ നാടിന്റെ കാർഷിക സമൃദ്ധിയെ വീണ്ടെടുക്കുവാനും കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ കർഷകക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ ഫാം ഫെസ്റ്റ് 35 ഏക്കർ പുതിയ ലോകത്തിന്റെ വരവറിയിക്കണ പാട്ടിന്റെ പാട്ട് അറ്റാച്ച് ചെയ്തെടുത്തു. ഓണപ്പള്ളി ടീമുകൾ എത്രയും പെട്ടെന്ന് തയ്യാറായി നിൽക്കേണ്ടതാണ്. ബോയ്സ് ഓണപ്പള്ളി. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കളിക്കണേ. എന്റെ പിന്നെ അടിപൊളി അടിപൊളി പരിപാടി. ശരിക്കും ശരിയായി. നമ്മള് മേലനം കണ്ട് കുറെ നാളെ വീട്ടിലിരുന്നിട്ട് ഇവിടെ നിന്ന് കളിച്ചപ്പോ ശരിക്കും കഷ്ടപ്പെട്ടു. പക്ഷെ അത് പുതിയ അനുഭവമായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കളി ജയിക്കാനും പറ്റി. കേന്ദ്രത്തിൽ വെച്ച് നാളെ മുതൽ 31-ാം തീയതി ശനിയാഴ്ച വരെ നമ്മുടെ നാടിന്റെ കാർഷിക സമൃദ്ധിയെ വീണ്ടെടുക്കുവാനും നമ്മുടെ നാടിന്റെ കാർഷിക സമൃദ്ധിയെ വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഈ ഫാം ഫെസ്റ്റോട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടിന്റെ പഴമയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് കൂടിയാണ്. നമ്മുടെ ഏറ്റവും നല്ല പാരമ്പര്യത്തെയും പൈതൃകത്തെയും മുറുകെ പിടിക്കാനുള്ള വലിയ ഉദ്യമമാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറ പാടത്തേക്ക് ഇറങ്ങി, ചെളിയിലേക്കൊന്നിറങ്ങി മണ്ണിനോട് ചേർന്ന് അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ പാടം എന്താണെന്നോ, മണ്ണെന്താണെന്നോ, ചെളി എന്താണെന്നോ, അല്ലെങ്കിൽ കൊയ്ത്ത് എന്താണെന്നോ, കതിരെന്താണെന്നോ അറിയാത്ത ഒരു തലമുറയാണ് പുതുതായി വളർന്നു വരുന്നത്. അവരെല്ലാം ഇത് മനസ്സിലാക്കണം. പഴയ കാലത്തെ നമ്മുടെയൊക്കെ കാരണവന്മാർ നടത്തിയിട്ടുള്ള ത്യാഗനിർഭരമായിട്ടുള്ള ശ്രമങ്ങൾ, ഈ കാർഷിക രംഗത്ത് അവർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മഡ് ഫുട്ബോൾ വെച്ചത് മണ്ണിലേക്ക് നമ്മുടെ കുട്ടികൾ ഇറങ്ങി മണ്ണിനോട് ചേർന്ന് മണ്ണിനേക്ക് അതിന്റെ ചെളിയെയും അതിന്റെ ചേറിനെയൊക്കെ ആസ്വദിക്കുന്ന ഒരു സമീപനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്.